ദേ നോക്കിയേ, നമുക്കൊന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? എന്താണ് സ്പെഷ്യൽ വീഡിയോ എന്ന് നോക്കാം. ഇന്ന് ക്യാബേജും മുട്ടയും ഇട്ടൊരു ഉലർത്താണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് ക്യാബേജ്. ഞാനൊരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണേ. സവാള യൂസ് ചെയ്യരുത്. പിന്നെ പച്ചമുളകും. ഈ ക്യാബേജിന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഞാൻ ആദ്യം കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞിട്ട് അവസാനം മെനക്കെടുത്ത് കാരണം വലുതായിട്ടങ്ങ് അരിഞ്ഞിടുക. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് അരിയണം കേട്ടോ. കൊത്തി അരിയണം. ഇനി നമുക്ക് ചെറിയ ഉള്ളി നല്ല ചെറിയ നേർമയായിട്ട് എല്ലാം അരിഞ്ഞു മാറ്റി വയ്ക്കാം. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കണേ. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ജീരകം കൂടി ചേർക്കണം. ഇവിടെ ആർക്കും ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണേ. അപ്പോൾ നമുക്ക് ഒതുക്കിയെടുത്തൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാൻ പകുതി കാബേജിന് ഒരു 3 മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു 4 മുട്ട വരെയൊക്കെ പോവാം കേട്ടോ. ഇനി ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന മിക്സെല്ലാം കൂടി അതിനകത്തോട്ടൊന്ന് ഇടുന്നുണ്ട്. ഇനി ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. നന്നായിട്ട് ഇതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്തോട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ ഏകദേശം ഒരു ഹാഫ് വേവൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇനിയിപ്പോൾ അധികം ഈ ക്യാബേജിനൊന്നും വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ മുട്ടയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് കുട്ടിയൊക്കെ വലിയ എരിവൊന്നും ഇല്ലാത്തതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ചെറിയ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണേ. അപ്പം ഞാനത് അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിനകത്തോട്ട് മുട്ട ആഡ് ചെയ്യാം. ഇതുപോലെ 4 സൈഡിനും മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ കുഴി പോലെ വെച്ചിട്ട് മുട്ട അതിനകത്തോട്ട് ഒഴിച്ച് ഇനി നമുക്കതൊന്ന് മൂടി ആ മുട്ട ഒന്ന് ക്യാബേജ് വെച്ച് മൂടിയിട്ട് 1 സെക്കൻഡ് അടപ്പ് വെച്ച് ചട്ടിയുടെ മുകളിൽ അടപ്പ് വെച്ചൊന്ന് വേവിക്കാം. 1 സെക്കൻഡ് മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അടപ്പ് തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാവേ. നന്നായിട്ട് ഇളക്കണം, അടിയിൽ പിടിക്കാതെ. കാര്യം നമ്മൾ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ എന്നോട് പറയണു ഭയങ്കര മസിൽ പിടിച്ച് നിൽക്കാതെ ഒന്നിങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ചിരിയും പാസ്സാക്കി. ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്. ഞാനൊരു മുളകും കൂടി ഒന്ന് ഭംഗിക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത വീഡിയോ കാണുകയാണെങ്കിൽ ബെല്ലൈക്കൺ